നടക്കൂല, സെറ്റപ്പിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂർ വന്നതാണ് ഗൈസ്. ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. കുറച്ചുകൂടെ പറ്റിയൊരു സ്ഥലം വയനാട്ടിലേക്ക്. അവിടെ ഇതിന് മാത്രം എന്താ ഉള്ളേ? അങ്ങനെ ഗൈസ് നമ്മൾ വയനാട് ചുരം കയറി കഴിഞ്ഞ് നേരെ കുറച്ച് ചായ, സമൂസ പരിപാടികളൊക്കെ കഴിച്ച് കാർ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുള്ള് ഫുഡായിട്ട് വന്നത്. കുക്കർ മുതൽ ഫുൾ സാധനമായിട്ട് ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ വയനാട്ടിലേക്ക് വന്നത്. ഒരു ഫുഡും പുറത്തുനിന്ന് കഴിക്കില്ല എന്നുള്ളൊരു നിശ്ചിത തീരുമാനത്തിലാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. ഇവരൊക്കെയാണ് നമ്മളെ വയനാട് യാത്രയിൽ കൂടെ ഉള്ളത്. ഷൈൻഷയുടെ ഭാര്യ. പോയി കയ്യിന്ന് പോയി. ഞാൻ പോകുന്നു. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ യാത്ര ഉള്ളത്. ഇത് സലാഹുദ്ദീൻ ഇബ്രാഹിം, രാംകുട്ടി ചേച്ചിയുടെ ഹസന്റെ ബ്രദറാ. ഇത് ഷാല ഷെറിൻ, ഒരു വലിയ യൂട്യൂബറാണ്. ബ്ലോഗർ ബിപാത്ത്, മ്യൂസിക്കലി യൂട്യൂബ് ഇൻസ്റ്റഗ്രാം സെൻസേഷനാണ്. കണ്ടന്റ് ഇട്ടപ്പോ വൈറലാണ്. ഇത് ഫാത്തിമ ഷിഫ, ഒരു വലിയ സ്റ്റൈലാക്കിയാണ്. പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. നമ്മൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് എല്ലാവരും. അപ്പൊ നമ്മൾ പോവാണ്. ഇത് എന്റെ അനിയത്തി ആയിഷ നസ, ഇതിന്റെ അനിയൻ മുഹമ്മദ് വൈസ്. ഇങ്ങോട്ട് നോക്കി. ഹലോ. ഇതിന്റെ ഒരേ ഒരു ഡാഡി, ഇതിന്റെ ഉമ്മ, ഇതിന്റെ അപ്പ. ഒരു ഹായ് പറയോ? ഉമ്മ ഒരു ഹായ് പറയോ? ആണല്ല ഹായ്. നാടിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ നല്ല തണുപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നല്ല തണുപ്പുള്ളൊരു ഞാൻ എന്ത് പറയണോ അതിന് വിപരീതമായിട്ട് ഇവർ സംസാരിക്കുള്ളൂ. അതൊന്നും നിങ്ങൾ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യണം. അസുലഭ നിലവിലെ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് ഇപ്പൊ എന്താ ചുമ്മാ അതാണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് ഫെസ്റ്റാബ്ലസ് ആയിട്ടുള്ള സിഗ്നറികളിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. ഫുൾ തിരക്കിലാണ്. ഓരോ സ്ഥലത്തെത്തിയാൽ ഓരോ കോളും കാര്യങ്ങളൊക്കെ വരും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇനി വധു എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ നിസ്കരിച്ചിട്ട് വധു നിസ്കരിച്ചിട്ട് വരാം. ഗൈസ് നിസ്കാരം കഴിഞ്ഞു. ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഗൈസ് ഞങ്ങളിപ്പോ നമ്മൾ റിസോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളെ റിസോർട്ടിന്റെ പേര് എന്താണ് തഥാ? മിസ്ട്രോ വില്ല. കൊടും കാട്ടിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. നമുക്ക് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ റിസോർട്ട്. വന്നപ്പോ തന്നെ ഇവിടെ ഊഞ്ഞാലാ നിർത്താൻ തുടങ്ങി. എന്താ സുഖല്ലേ? മനോഹരമാണ്. അതെ, ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട്. ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് പൂൾ റിസോർട്ട്. ഗാഡി എന്താണ് റിസോർട്ടിനെ പറ്റി പറയാനുള്ളത്? വിചാരിച്ചു എത്ര രസമുണ്ടാവുന്നു? രസമുണ്ടല്ലേ? നല്ല കാട്ടിനുള്ളിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് നല്ല അടിപൊളി വൈബാണ് ഇവിടെ. ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലേ? നമുക്ക് ഉള്ളിൽ എങ്ങനെയത് കാണും. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടിട്ട് വരാം. ഗൈസ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് നമ്മൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ വേണം. സൈലൻസ് ആയിട്ട് നല്ലൊരു എന്താ പറയാൻ അറിയുന്നില്ല. എന്തോ ആണ് അറിയാറില്ല. അതെ അതെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇത് പോയിട്ട് കണ്ടു. ഒരുപാട് ഓ മൈ ഗോഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫാന്റാസ്റ്റിക് സ്റ്റാബ്ലസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇത് വരുന്നത്. ഓ ഗൈസ് സൂപ്പർ. ഇതാണ് നമ്മളെ ഒരു റൂം. ഇവിടെ ഇപ്പൻ്റെ റിയാക്ഷനാണ്. ഇതെന്താ ബാക്കി നമുക്ക് വിശദമായിട്ട് കാണാം.
ഗൈസ് ഞാൻ ഇവിടെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് മറ്റേ റിസോർട്ട് ടൂർ എടുക്കാം. ഊഞ്ഞാല പൊട്ടിക്കോ? റിസോർട്ടിന് അധികം അഭിപ്രായം എന്താ? അതുവരെ അടിപൊളി, സൂപ്പർ. ഇത് പ്രീമിയം ആണ്, പ്രൈവറ്റ് ആണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഫാമിലി ആയിട്ട് പ്രൈവറ്റ് ഒക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട്. പിന്നെ നമുക്ക് ആ ബാത്ടബ് ഉണ്ടാവും, ആ ഇൻഡിവിജ്വൽ സ്പേസ്, ഫുള്ള് വ്യൂ. കപ്പിൾസിനായിട്ട് വരാം, നല്ല ബാത്ടബ് ഉണ്ട്. ഇപ്പൊ അല്ല ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ട് വരാന്നുണ്ടെങ്കിൽ ഫാമിലി തന്നെ കപ്പിൾസ് ടീം, അവർക്ക് ഒരു പ്രൈവസി വേണമല്ലോ. പക്ഷെ അത് ഇവിടെ ബെസ്റ്റാ, ഫുള്ള് ഫാമിലി. അത് ഇത് പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് പൂള്, പ്രൈവറ്റ് റിസോർട്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഫോട്ടോസും കാര്യങ്ങളും ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മാഷാഅല്ലാ അടിപൊളി റിസോർട്ടാണ്, അടിപൊളിയാണ്, എല്ലാം സൂപ്പറാണ്. ഒന്നും പറയില്ല, പൂളായിക്കോട്ടെ. നമ്മൾ മാത്രമേ ഉള്ളൂ, അതാണ് ഏറ്റവും വലിയ അടിപൊളിയുള്ള കാര്യം. നമ്മൾ മാത്രമാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു പ്രൈവസിയിൽ ഇവിടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാം. വേറെ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ടിൽ വരാനാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ മോർണിംഗിൽ കാണിച്ചു തരാം. എല്ലാ പണികളും കഴിഞ്ഞ് ഇനി നമ്മൾ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റുക, പൂളിൽ കളിക്കുക, എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുക. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, ദെൻ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഒന്നും എനിക്കല്ല ഗൈസ്. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ദയവായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം നമുക്ക് നോക്കിയിട്ട് പോയി നോക്കാം. അവിടെ എന്തൊക്കെ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല റിസോർട്ടാണ്, അതാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. എല്ലാവരും വയനാട്ടിലെ ഏറ്റവും ടോപ്പ് റിസോർട്ട്. എനിക്കിത് കഴിയിട്ടില്ല. റിസോർട്ട് പോരാ, യാത്ര ഞാൻ ആദ്യം എല്ലാ റൂട്ടുകളും ക്ലിയർ ആക്കി വെക്കും, എന്നിട്ട് പ്ലാൻ ചെയ്തിട്ടേ വരുള്ളൂ. ആ പ്ലാനിങ്ങിൽ നമ്മൾ ആദ്യം മുൻകൂട്ടി ഇതിന്റെ ലൊക്കേഷനൊക്കെ അയച്ച് ഇവരുടെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞ് അതിനെ പറ്റി പഠിച്ച് ഇവരുടെ പേജൊക്കെ അതൊക്കെ അപ്പുറമായി വീഡിയോസിനെക്കാട്ടി അതൊക്കെ അപ്പുറമായി. നമ്മള് എല്ലാ സാധനവും കൊണ്ടുവന്നിങ്ങനെ പൊതുപ്പ് തലയാലെല്ലാം എല്ലാ സാധനം, പക്ഷെ അതൊന്നും ഇവിടെ ആവശ്യമില്ല. എക്സ്പെക്ടേഷന്റെ ഒരുപാട് മേലെ. ഇത്രയും വൃത്തിയുള്ള റൂമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും സാരില്ല, ഇത് കുറച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കും. ഡ്രസ്സ് എടുക്കട്ടെ. ഞാൻ എടുത്ത ഡ്രസ്സ് ഇതിലാണ്. ഇതാണ് ഇതാണ് എടുത്തത്. ഇതാകുമ്പോൾ വേറെ ഇതൊന്നും ഇടണ്ട, ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് ഷെഡബടേന്ന് പറഞ്ഞ ഡ്രസ്സ് മാറ്റിട്ട് വരാം. ഞാൻ ഡ്രസ്സ് ഷെഡബടേന്ന് പറഞ്ഞ് മാറ്റി. ഇനി നമ്മള് പോകുന്നത് താഴേക്കാണ്, പൂളിൽ കളിക്കാൻ വേണ്ടിട്ട്. ഈ പൂളിൽ ഇറങ്ങാണ്ട് ഇന്ന് വള്ളത്തിലേക്ക് തള്ളിയിടാനുള്ള പ്ലാൻ ഉണ്ട്. നടക്കൂല, സംഭവിക്കൂലേ. വള്ളത്തിൽ മുട്ടിണ്ടെങ്കിൽ അല്ല അങ്ങോട്ട് വെക്കൂല. നമ്മള് ഫുഡ് ഇവിടെ വെച്ചിട്ടാ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. എന്താ ഇവിടുത്തെ പാട്? നമ്മള് വീട്ടിൽ നിന്ന് കുക്കറ് സാധനങ്ങളായിട്ടൊക്കെ വന്നു. ഇവിടെ ആണെങ്കിൽ കുക്കർ 5 കിലോന്റെ 10 കിലോന്റെ എന്തെങ്കിലും വലിയ ഉണ്ടാക്കുന്ന ഫുഡ് സാധനങ്ങളുണ്ട്. ഇവിടെ പാനുണ്ട്, എല്ലാം ഉണ്ട്. വെറുതെ ഒരു കുക്കർ എടുത്ത് വണ്ടിയിൽ സ്ഥലമില്ലാതെ കഷ്ടപ്പെട്ടിരുന്നു വന്നു. ഇനി ഇവരിതൊക്കെ സെറ്റ് ആക്കട്ടെ, സെറ്റ് ആക്കിയിട്ട് കാണാം. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പിന്നെ അത് വേണ്ട വിചാരിച്ചു. നമ്മൾ ചിക്കനൊന്നും വാങ്ങിയില്ല. ഇനി അടുത്ത പരിപാടികൾ എന്തെങ്കിലും എന്താണെന്ന് നോക്കാം. ഇവിടെ അങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുള്ള് സെറ്റ് ആക്കി, ഫുള്ള് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. നല്ല ചൂട്. ഇത് മറ്റേ സിനിമയിൽ കണ്ടായി, നാരങ്ങ മുട്ടായി സിനിമയിൽ കണ്ടായി. നടന്നാണോ അതോ സൈക്കിളിനാണോ? ഇവര് പോയി കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലിട്ടുണ്ടാവും, വല്ല പുലിയും പിടിക്കും. ഇപ്പാ അവിടെ വരെ എത്തി. ചൂട് ചായ, ഒരിത്തിരി ചോറ് ഇട്ടേക്കും. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു തട്ടിക്കൂട്ടി ചോറ് പരിപാടികളാണ്. 4 മണിക്ക് എണീച്ചിട്ട് മാമി ഉണ്ടാക്കിയ ചോറ് നിങ്ങള് കുടുംബക്കളെ ഉണ്ടാക്കലേ സൈക്കിൾ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. നല്ല ചൂട് ബിരിയാണി, ഒരു കോഫി, നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ തണുത്ത് മരവിച്ച്
പൂളി ഇറങ്ങാൻ വേണ്ടി വന്നതാ, പക്ഷെ പൂളി ഇറങ്ങാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവര് പിടിച്ച് വള്ളത്തിലേക്ക് ഇടും. അതിനെ കൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചു. ഇവരെ മുക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ മുങ്ങുമോ? എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുവും. ഒരാളോട് തണുത്ത് വിറച്ച് കോടിക്കാണ്. കാല് വയ്ക്കുമ്പോ തന്നെ ഭയങ്കര തണുപ്പ്. അങ്ങനെ ഗൈസ് തണുത്ത് മരവിച്ച് വീണ്ടും ഡ്രസ്സ് മാറ്റി വന്നിരിക്കുകയാണ് ഞാൻ. ഇവിടെ അപ്പോഴത്തേനും ഇവരുടെ വലിയ കളികളാണ്. അതെന്തെങ്കിലും ഇവിടെ നടക്കുമോ? ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കുന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്റ്റോൺ പേപ്പർ സീസ് കളിച്ചാലോ? കളിക്കാൻ പറ്റിയ കളി പൂണിയും പാമ്പും എനിക്ക് പറ്റിയത്. ഒരാള് തിന്നുക, ഒരാള് എടുക്കുക. അക്ഷമളെ ഈ ആ വണ്ടി നിൽക്കുമ്പോ ആ വണ്ടിയിൽ ഇല്ല, വണ്ടിക്ക് ഇല്ല, വണ്ടി വലുതും ഈ ചെറുതും. ഇവളാണ് ഓടിച്ചു വന്നത്. പക്ഷെ ഇവളതിൽ കാണാനില്ല, എല്ലാരും നോക്കാതെ വണ്ടി റിമോട്ട് പോവാണ്. ആദ്യം ഒരു വൈറ്റ് ഇത് ഞാൻ കൊണ്ടുപോകും ഗൈസ്, ഇത് ഞാൻ തൂക്കും. അങ്ങനില്ല അങ്ങനില്ല എന്തത് ഓ പിന്നെ വീണല്ലേ സാധനം ഇട്ടിങ്ങനെ വാരാൻ്റെതാന്ന് തോന്നുന്നു. അങ്ങനത്തൊന്നും ഞാൻ മാറി കളിച്ചു ഗൈസ്. ഇവര് കളിക്കട്ടെ വിചാരിച്ചു. മുകളിലേക്ക് വലിയ കാര്യത്തിന് നിന്നതാണ്, പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഞാനിങ്ങനെ മുകളിലേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി കളിക്കുകയാണ് ഗൈസ്. തണുപ്പോണ്ട് ചെരുപ്പിടാണ്ട് നടക്കാനും പറ്റില്ല. ഇനി ഇവരുടെ കുറച്ച് ഷോ പാട്ടുകളൊക്കെ കേൾക്കാം. കസാരക്കളി കസാരക്കളി ഇൻവെർട്ടറും ജനറേറ്ററും ഗൈസ്. ഇവിടെ റീൽസ് എടുക്കുന്നതിന്റെ ഓരോ കുൽസിതങ്ങളാണ് കാണുന്നത്. ഗൈസ് നമ്മൾ അടുത്തതായിട്ട് കളിക്കാൻ പോണത് കസാരകളി. കസാരകളിയല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഊതി താത്തൊന്ന് ഊതി പല്ല് മാത്രം. വെളിച്ചമില്ലാത്തോണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഗൈസ്. ഈ റൗണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഔട്ട്. ഇനി ഞങ്ങൾ 3 പേര് മാത്രം അവശേഷിക്കുകയാണ്. ഈ ഞാനും സൈക്കാക്കി മാത്രമാണ് കാണില്ലല്ലോ, ഇതില് കാണില്ലല്ലോ.
സമ്മാനദാനം. ആദ്യം തോറ്റാളി ഫസ്റ്റ് ജയിച്ചാൽ സമ്മാനം. ഇത് ഞങ്ങളുടെ വിജയം. കെട്ടിപ്പിടുത്തം കളി, അടുത്ത കളി കെട്ടിപ്പിടുത്തം കളി.